എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. പല വിദ്യാർത്ഥികളും നമ്മളോട് പറഞ്ഞൊരു പ്രശ്നം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് ഓർഡിനറി ആയിട്ടും എമർജൻസി ആയിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക? എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്? വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്ക് കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2022 പ്രവേശനം നേടുകയും അതേപോലെ 2025 ഡിഗ്രി എന്ന പഠനം വിജയകരമായി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് 3 രീതിയിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് പേഴ്സണലായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഒക്കെ പറഞ്ഞൊരു കാര്യമാണ്, സാർ അതിൽ ഓർഡിനറി ആയിട്ടും എമർജൻസി ആയിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ആപ്ലിക്കേഷൻ പോകുന്നില്ല, അല്ലെങ്കിൽ സെനറ്റ് അപ്രൂവൽ പെൻഡിങ് ആണ്. എന്താണ് സാർ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് പ്രധാനമായും ഈ പ്രശ്നം സംഭവിക്കുന്നത് ഒറ്റൊരു കാരണം കൊണ്ട് മാത്രമാണ്. ഗ്രാജുവേഷൻ സെറമണിക്കുള്ള അപേക്ഷകൾ നടക്കുന്നതുകൊണ്ട് തന്നെ. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് 595 രൂപയും എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും 1095 രൂപയും മാത്രമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഗ്രാജുവേഷൻ സെറമണി വഴി അപ്ലൈ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും 2500 രൂപയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വാങ്ങുന്നത്. ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ഫർദർ സ്റ്റഡീസ്, ജോലി, മറ്റ് ആവശ്യങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ്. എന്താണെങ്കിലും പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഓർഡിനറി ആയിട്ടും എമർജൻസി ആയിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് തന്നെ പറഞ്ഞു. ഇതിന് കാരണം ഗ്രാജുവേഷൻ സെറമണി ഉള്ളത് കൊണ്ട് തന്നെയാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം വെച്ചാൽ ഗ്രാജുവേഷൻ സെറമണിയിലൂടെ 2500 രൂപയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കുന്നത്. എന്നാൽ ഓർഡിനറി ആയിട്ടോ എമർജൻസി ആയിട്ടോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ ജൂലൈ 2 കഴിയണോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും സംശയമുണ്ട്. കാരണം ജൂലൈ 2 വരെയാണ് ഗ്രാജുവേഷൻ സെറമണിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ കൂടുതലായി കോൺടാക്ട് ചെയ്യുക. എനിക്ക് ഓർഡിനറി ആയിട്ടും എമർജൻസി ആയിട്ടോ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിരവധി വിദ്യാർത്ഥികൾ പ്രശ്നങ്ങൾ അറിയിക്കുക. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്തായാലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ മാത്രമേ പറ്റൂ, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യുക, ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിക്കുക, ഈ പ്രശ്നം അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ ഗൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.